എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ്. അത് വേറൊന്നുമല്ല, കേക്ക് ആൻഡ് കസ്റ്റമൈസ്ഡ് ബേക്കിംഗ്, അതായത് ഹോം ബേക്കിംഗ്. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്, അതുപോലെ ന്യൂ ഇയർ വരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ കേക്കൊക്കെ നിർബന്ധമാണല്ലേ. അത് കൂടാതെ തന്നെ ജന്മദിനങ്ങൾ, നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നല്ല രീതിയിൽ എല്ലാവരും കേക്ക് വാങ്ങിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും കേക്ക് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെലിബ്രേഷന് പോലും കേക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഹോം മെയ്ഡ് കേക്കിന് ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾക്കതറിയാമോ? കാരണം നമ്മൾ കടകളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മായങ്ങളൊക്കെ ചേർക്കും എന്നുള്ള ഒരു ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ ഹോം മെയ്ഡ് കേക്കുകൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. കുറേ പേര് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ബർത്ത്ഡേ കേക്ക്, അതുപോലെ തന്നെ നമുക്ക് കപ്പ് കേക്ക്, കുക്കീസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് ഓരോരോ ട്രെൻഡ് വരുന്ന സമയത്ത് അത് വെച്ചിട്ട് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് ഡ്രീം കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ ട്രെൻഡ് ഐറ്റംസ് വരുമ്പോഴും നമ്മളത് മുന്നോട്ട് കൊടുത്തിട്ട് അതും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാൻ പറ്റും, നല്ല രീതിയിൽ ഓർഡേഴ്സ് പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചെറിയ ഓവൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു എമൗണ്ടിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ടും ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ മാർക്കറ്റിങ്ങും ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ ഫസ്റ്റ് പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നമ്മുടെ ഏരിയയിലൊക്കെ നമ്മൾ അത്യാവശ്യം റീച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കുറേ പേരിലോട്ട് എത്തിക്കുക. അതുകൂടാതെ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിലൊക്കെ ബൂസ്റ്റ് ആഡൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു 10 കിലോമീറ്റർ പരിധിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ടും ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗുണമേന്മ, അതായത് വീട്ടിലുണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ വൃത്തിക്കും രുചിക്കും ഒട്ടും ഒരു കുറവുണ്ടാകാൻ പാടില്ല, അതിന് മുൻഗണന നൽകണം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസൊക്കെ, ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നീറ്റായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പാക്കിംഗ് ആണ്. ആകർഷകമായ രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് വേഗം വളരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് നമ്മൾ എന്ത് ലൈസൻസാണ് എടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് FSSAI ലൈസൻസാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലൈസൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല, നമ്മൾ ഫുഡ് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കടകളിൽ എങ്ങനെ വിൽക്കാം, സൂപ്പർ മാർക്കറ്റുകളിൽ എങ്ങനെ വിൽക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു അടിപൊളി ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസും സിലബസൊക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുകയല്ലേ?